എൻ്റെ പേര് മേഴ്സി, തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വരുന്നു. എൻ്റെ 4 വയസ്സുള്ള കൊച്ചുമകന് 2 വർഷത്തോളമായി കോൺസ്റ്റിപ്പേഷൻ ആയിരുന്നു. 8-9 ദിവസം കൂടുമ്പോഴാണ് കുട്ടി ടോയ്ലറ്റിൽ പോകാറുള്ളൂ. ആ സമയങ്ങളിൽ കുട്ടി അനുഭവിക്കുന്ന പ്രയാസം കണ്ടു നിൽക്കാൻ പോലും സാധിക്കില്ലായിരുന്നു. അലോപ്പതി, ആയുർവേദ മെഡിസിൻ എല്ലാം കൊടുത്തു നോക്കിയിട്ടും യാതൊരു വ്യത്യാസവും ഉണ്ടായില്ല. അതിനാൽ ഞങ്ങൾ മെഡിസിൻ എല്ലാം സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഞാൻ അത്ഭുതകരമായി കണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതിലൊരു ദിവസം ശാലോൺ ടിവിയിലുള്ള ദൈവജന ശുശ്രൂഷയിൽ റാഫേൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു, 4 വയസ്സുള്ള കുട്ടിയുടെ മലബന്ധം എടുത്തു മാറ്റുന്നു. ഞാനും ഹസ്ബൻഡും കൂടിയാണ് കാണാറ്. ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, അത് നമ്മുടെ കുട്ടിയായിരിക്കും. വലിയ വിശ്വാസത്തോടെ അല്ലെങ്കിലും പറഞ്ഞെന്ന് മാത്രം. അത്ഭുതമെന്ന് പറയട്ടെ, 2 ദിവസം കഴിഞ്ഞപ്പോൾ കുട്ടി യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ദിവസവും ടോയ്ലറ്റിൽ പോകാൻ തുടങ്ങി. ഇപ്പോൾ 2 മാസത്തോളമായി. ഇപ്പൊ ഒരു കുഴപ്പമില്ല അല്ലെ? എന്റെ ദൈവം നല്ലൊരു കൈയോട് കൊടുത്ത് എന്തൊരു വലിയ സൗഖ്യങ്ങളാണ്. 4 വയസ്സാണ് വെച്ചാൽ കണ്ടോ, 8-9 ദിവസം കഴിഞ്ഞാൽ വയറ്റിൽ നിന്ന് പോകാന്ന് കണ്ടോ. മരുന്ന് കൊടുത്താലും പോവില്ല. ഇത് എൽറുഹ ദൈവവചന ശുശ്രൂഷ. ഞാൻ പറഞ്ഞില്ലേ, വചനത്തിന്റെ ശക്തി. ആ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോഴാണ് അച്ഛൻ വിളിച്ചു പറഞ്ഞത് 4 വയസ്സുള്ളൊരു കൊച്ചിന്റെ മലബന്ധം സൗഖ്യപ്പെടുന്നു. പിന്നീട് ആ കുട്ടിക്ക് ഇങ്ങനെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല കണ്ടോ. രണ്ടാമതായി എൻ്റെ മരുമകൾ പ്രഗ്നൻ്റ് ആയപ്പോൾ 5-ാം മാസത്തെ സ്കാനിങ്ങിൽ ചില കോംപ്ലിക്കേഷൻ ഉണ്ട്. പ്ലാസിൻ്റെ താഴെയാണ്, സിസേറിയൻ വേണ്ടി വരും, റെസ്റ്റ് എടുക്കണമെന്നുള്ള ഡോക്ടർ പറഞ്ഞു. ലീവ് എടുത്ത് റെസ്റ്റ് എടുക്കാൻ്റെ ഒരു സാഹചര്യം ഉണ്ടാകാത്തതിനാൽ അവൾ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നു. സാക്ഷ്യം പറയാമെന്ന് നിയോഗം വെച്ച് അത്ഭുതമായി കൂടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി കഴിഞ്ഞ ഏപ്രിൽ 23-ന് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ നോർമൽ ഡെലിവറിയിലൂടെ ആരോഗ്യമുള്ള ഒരു ആൺകുഞ്ഞിനെ ഞങ്ങൾക്ക് നൽകി ദൈവം അനുഗ്രഹിച്ചു. 3-ാമതായി എൻ്റെ കൊച്ചുമകൻ്റെ 1.25 പവൻ വരുന്ന സ്വർണ്ണമാല നഷ്ടപ്പെട്ടു. എത്ര ദൂരത്തിനുള്ളിലാണ് മാല നഷ്ടപ്പെട്ടതെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. പക്ഷേ ഞങ്ങൾ പോയി അന്വേഷിച്ചെങ്കിലും മാല കിട്ടിയില്ല. ഞങ്ങൾ അത്ഭുത ജപമാല കണ്ട് പ്രാർത്ഥിക്കുകയും ഏകദിന കൺവെൻഷൻ ഏറ്റെടുത്ത് നടത്താമെന്ന് ഈശോയ്ക്ക് വാക്കുകൊടുത്തതിൻ്റെയും ഫലമായി ആ മാല തിരിച്ചു കിട്ടി. 4-ാമതായി എൻ്റെ ഹസ്ബൻഡിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് റിന്യൂവൽ ഡേറ്റ് ഞങ്ങൾ മറന്നുപോയിരുന്നു. 2024 ചെയ്യേണ്ടതായിരുന്നു. അതിനാൽ ഇപ്പോൾ റിന്യൂവലിന് വേണ്ടി പോയപ്പോൾ പല കാരണങ്ങളാൽ റിന്യൂവൽ സാധിക്കുന്നില്ല. അവസാനം ഹസ്ബൻഡ്, ഞാൻ ഇനി റിന്യൂ ചെയ്യുന്നില്ല, ഇതിൻ്റെ പിന്നാലെ നടക്കാൻ എനിക്ക് വയ്യ, എനിക്ക് ആകെ വിഷമമായി. ഞാൻ അത്ഭുതമാല കണ്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത്, ആരാധനയുടെ സമയത്ത് റാഫേൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു, ഒരാളുടെ ലൈസൻസ് പുതുക്കി കിട്ടാനുള്ള താമസം കർത്താവ് മാറ്റി കൊടുക്കുന്നു. ഞാൻ ഉറച്ചു വിശ്വസിച്ചു അതെൻ്റെ ഹസ്ബൻഡായിരിക്കുമെന്ന്. പിറ്റേ ദിവസം ഞാനിതൊന്നും അറിയിക്കാതെ തന്നെ ഹസ്ബൻഡ്, ഞാൻ ഒന്നും കൂടി പോയി ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് ഡ്രൈവിംഗ് സ്കൂളിൽ പോകുകയും കാര്യങ്ങളൊക്കെ ആകുകയും ചെയ്തു. 5-ാമതായി 2 വർഷത്തോളമായി എനിക്ക് കണ്ണിന് ചൊറിച്ചൽ, പൊടി അലർജി എന്നിവ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അതില്ല. എന്നാണ് മാറിയതെന്ന് പോലും എനിക്കറിയുന്നില്ല. കൂടാതെ 1 വർഷം മുമ്പ് കണ്ണ് ചെക്ക് ചെയ്തപ്പോൾ തിമിരമുണ്ടെന്ന് പറഞ്ഞിരുന്നു. കഴിഞ്ഞ ആഴ്ച ടെസ്റ്റ് ചെയ്തപ്പോൾ തിമിരം ഒട്ടും ഇല്ല എന്ന് പറഞ്ഞു. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ, നല്ലൊരു കൈയ്യടി കൊടുത്ത എന്തോരം അനുഗ്രഹങ്ങൾ എണ്ണി പറഞ്ഞത് കേട്ടോ. ഒരുപാട് അനുഗ്രഹങ്ങൾ.